നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്പീക്കറുടെ മുഖം മറച്ചും ഡയസിലേക്ക് കടന്നു കയറാനും പ്രതിപക്ഷം ശ്രമിച്ചു. ഇതിനിടെ പ്രതിപക്ഷ MLA-മാരെ സ്പീക്കറുടെ വാച്ച് ആൻഡ് വാർഡ് ബലം പ്രയോഗിച്ച് മാറ്റി. ഇതോടെ സ്പീക്കർ ചേംബറിലേക്ക് പോയി. സർക്കാരിനെതിരെ ബാനർ ഉയർത്തി പ്രതിപക്ഷം നിയമസഭയുടെ കവാടത്തിലേക്ക് എത്തി. സ്പീക്കറുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 12-കാരി കുഞ്ഞിന് ജന്മം നൽകി. സഹോദരന് 123 വർഷം തടവ്. പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അരീക്കോട് സ്വദേശിയായ കുട്ടിയെ 19-കാരനായ സഹോദരനാണ് പീഡിപ്പിച്ചത്. മഞ്ചേരി പോക്സോ കോടതിയുടേതാണ് വിധി. ഗർഭിണിയായ പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ പ്രതിയുടെ അമ്മയും അമ്മാവനും കൂറുമാറിയിരുന്നു. കേസിൽ DNA ടെസ്റ്റ് നടത്തിയാണ് പ്രതി സഹോദരനാണെന്ന് സ്ഥിരീകരിച്ചത്. കേസിൽ പ്രതിക്ക് 123 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയും അടയ്ക്കാനാണ് മഞ്ചേരി പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കുന്ന തുക പെൺകുട്ടിയുടെ ക്ഷേമ പ്രവർത്തനത്തിനായി വിനിയോഗിക്കണം. മഞ്ചേരി പോക്സോ കോടതി ജഡ്ജി M. അഷ്റഫാണ് ശിക്ഷ വിധിച്ചത്. 2019-ലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. വിധി കേട്ടയുടൻ പ്രതി കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. മഞ്ചേരി കോടതി പരിസരത്ത് വെച്ചായിരുന്നു ആത്മഹത്യാ ശ്രമം. പ്രതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ സ്ഥിതി ഗുരുതരമല്ല. നെഹ്റു ട്രോഫി വള്ളംകളി. വിധി നിർണയത്തിൽ പിഴവില്ല. വിജയ് കാരിച്ചാൽ ചുണ്ടൻ തന്നെ. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാഴ്ചാൽ ചുണ്ടൻ തന്നെയെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി. വിധി നിർണയത്തിൽ പിഴവില്ലെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി തീരുമാനം അറിയിച്ചു. 0.005 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ വിയപുരം ചുണ്ടനെ പരാജയപ്പെടുത്തിയതെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി അറിയിച്ചു. വിധി നിർണയത്തിൽ പിഴവുണ്ടെന്ന് കാട്ടി 2 പരാതികളാണ് ലഭിച്ചത്. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് സ്റ്റാർട്ടിംഗിൽ പിഴവുണ്ടായിരുന്നു എന്നാണ് പരാതി. പരാതി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി വ്യക്തമാക്കി. വിയ്യപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതിയും അപ്പീൽ ജൂറി കമ്മിറ്റി തള്ളി. നടുഭാഗം തുഴഞ്ഞ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പരാതി നിലനിൽക്കില്ലെന്നും അപ്പീൽ ജൂറി കമ്മിറ്റി അറിയിച്ചു. മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. കോട്ടയം വഴിയുള്ള കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസിന് ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയതായി KC വേണുഗോപാൽ MP. യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ തീരുമാനമാണിത്. നേരത്തെ പ്രഖ്യാപിച്ച സ്റ്റേഷനുകളുടെ കൂട്ടത്തിൽ ഓച്ചിറയിലായിരുന്നു. കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമുവിന് ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിലെ ശക്തമായ പ്രതിഷേധം കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് രേഖപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഒക്ടോബർ 8 ചൊവ്വാഴ്ച മുതൽ ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിക്കാമെന്ന് റെയിൽവേ മന്ത്രി ഫോണിലൂടെ MP അറിയിച്ചത്. കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് പോകുന്ന മെമു രാവിലെ 6:48 ഓച്ചിറയിലെത്തും. തിരിച്ചുള്ള സർവീസ് ഓച്ചിറയിൽ എത്തുന്നത് ഉച്ചയ്ക്ക് 12:21. 1 മിനിറ്റാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. അൻവറിന് മറുപടിയുമായി ചന്തക്കുന്നിൽ CPM യോഗം. വേദിയിൽ നിലമ്പൂർ ആയിഷയും. നിലമ്പൂർ ചന്തക്കുന്നിൽ CPM നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിലമ്പൂർ ആയിഷയും പങ്കെടുത്തു. ഇടത് സഹയാത്രികയായ ആയിഷ നേരത്തെ PV അൻവറിനെ വീട്ടിലെത്തി സന്ദർശിച്ചത് വലിയ ചർച്ചയായിരുന്നു. PV അൻവർ MLA തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് CPM യോഗം സംഘടിപ്പിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനായിരുന്നു ഉദ്ഘാടകൻ. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് അതേ വേദിയിൽ തന്നെ മറുപടി പറയാൻ ശ്രമിക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെയാണ് അൻവർ ആദ്യ പൊതുയോഗം നടത്തിയ ചന്തക്കുന്നിൽ തന്നെ CPM തെരഞ്ഞെടുത്തത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, PK സൈനബ, TK ഹംസ, KT ജലീൽ, നാസ കോളായി തുടങ്ങിയവരും യോഗത്തിൽ പ്രസംഗിച്ചു. PV അൻവർ MLA മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെയാണ് CPM യോഗം. മലയാളി യുവതിയോടൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച ഭീഷണി. മുംതാസ് അലിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഹണി ട്രാപ്പ്.
പ്രമുഖ വ്യവസായി മുംതാസ് അലിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഹണി ട്രാപ്പ് എന്ന റിപ്പോർട്ട്. മലയാളിയായ റഹ്മത്ത് എന്ന സ്ത്രീയോടൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് മുംതാസ് അലിയെ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. റഹ്മത്ത് ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റഹ്മത്തുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരുന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇവർ വീണ്ടും മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൂളൂർ പാലത്തിനടിയിൽ നിന്നാണ് മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ ഉൾപ്പെട്ട സംഘവും NDRFും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അമ്മത്തൊട്ടിലെ 608ാമത്തെ കുഞ്ഞതിഥി. ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ 608ാമത്തെ കുഞ്ഞെത്തി. 5 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന് ഒലീവ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് 600ാമത്തെ കുഞ്ഞ് അമ്മത്തൊട്ടിലെത്തിയത്. 7 മാസമായിരുന്നു പ്രായം. 2002 നവംബർ 14-നാണ് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ അമ്മത്തൊട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം എത്തിയവൾക്ക് പ്രഥമ എന്നായിരുന്നു പേര്. സനാതത്വത്തിന്റെ തണലിലേക്ക് എത്തിയ 100ാമത്തെ അതിഥിക്ക് പേരിട്ടത് ശതശ്രീ എന്നാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വന്നു കയറിയ 599ാമത്തെ അതിഥിക്ക് മഴ എന്നായിരുന്നു പേരിട്ടത്. പോലീസ് വാഹനം പിടിച്ചുവെച്ചു. ഉപജീവനമാർഗം വഴിമുട്ടി. മധ്യവയസ്കൻ ജീവനൊടുക്കി. കാസർഗോഡ് ഓട്ടോ ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ. അബ്ദുൾ സത്താറാണ് മരിച്ചത്. റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് സംഭവം. പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ വിട്ടു നൽകാത്തതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് സുഹൃത്തുക്കൾ ആരോപിച്ചു. ഓട്ടോ ഡ്രൈവർമാർ കാസർഗോഡ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആത്മഹത്യയ്ക്ക് മുമ്പ് പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് സത്താർ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. പോലീസ് തന്റെ വാക്കുകളെ പാടെ അവഗണിച്ചതിൽ വേദനയുണ്ടെന്ന് വീഡിയോയിൽ പറയുന്നു. ഓട്ടോറിക്ഷയായിരുന്നു ഉപജീവന മാർഗമെന്നും ഓട്ടോ ഇല്ലാത്തതിനാൽ ചെലവിന് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും സത്താർ വീഡിയോയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ. ദി ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ വിവാദമായ സാഹചര്യത്തിലാണ് ഗവർണറുടെ നീക്കം. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകളുടെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടേതായി പുറത്തുവന്ന പരാമർശം. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയോട് DGPക്കൊപ്പം രാജ്ഭവനിൽ നേരിട്ടെത്തിയാണ് ഗവർണറുടെ നിർദ്ദേശം. നാളെ വൈകിട്ട് 4 മണിക്കുള്ളിൽ രാജ്ഭവനിൽ എത്തണമെന്നാണ് നിർദ്ദേശം. മലപ്പുറത്തെ ദേശവിരുദ്ധ ശക്തികൾ ആരെന്ന് വ്യക്തമാക്കണമെന്നും ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരത്തെ അറിയിച്ചില്ലെന്നും ഗവർണർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പിന്നാലെയാണ് നടപടി.